പ്രിയമുള്ളവരെ, ഞാനിത് ഇവിടെ മറ്റേ കർണാടകയില് ബാവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മളൊരു ശങ്കണ്ണനെ പരിചയപ്പെട്ടു. ശങ്കണ്ണനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാണ്ട്. ശങ്കണ്ണ, ഇവിടെ എങ്ങനെ മൃഗങ്ങളൊക്കെ എങ്ങനെ കുറെ മൃഗങ്ങളൊക്കെ ഉണ്ടോ? മൃഗം ഇവിടെ കുറെ മൃഗമുണ്ട്. ഇവിടെ ആനുണ്ട്, പിന്നെ ഇടക്ക് മറ്റേ പെരുമ്പാമ്പ് വരും, പിന്നെ പുലിയുണ്ട്. പുലി ഇവിടെ ടൈഗർ റിസർവ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇല്ല, കാട്ടിൽ ഇവിടെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞാൻ വീണ്ടും മൊത്തൊക്കെ ഉണ്ടാവും പുലി. ഒന്നും ചെയ്യൊന്നുമില്ല. ഇല്ല, ഞങ്ങൾക്ക് പേടിയില്ല. ആദ്യം ചെറുപ്പം മുതലേ കാണണല്ലേ പുലിനെ. പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പ് ഇപ്പം മുറ്റത്തൊക്കെ നല്ല നീളത്തിലൊക്കെ ഇങ്ങനെ കിടക്കും. ഞാൻ രാത്രി ഇപ്പം മുറ്റത്ത് ഇറങ്ങിയപ്പോ എന്തോ ഒരു സാധനം അടുത്ത് അടഞ്ഞിങ്ങനെ വീണ് തടഞ്ഞിട്ട് കാലുകൊണ്ട് തട്ടിപ്പോ നോക്കിയ പെരുമ്പാമ്പാ. അന്നേരം ആൾ പോവുകയും ചെയ്ത്. പിന്നെ ഞങ്ങൾ ഇവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉള്ളപ്പോ രാത്രി ഫംഗ്ഷൻ ആരൊക്കെ 100-150 ആളെ പരിപാടിക്ക് ഞങ്ങൾ പെരുമ്പാമ്പ് മുറ്റത്ത് തന്നെ നോക്കുമ്പോൾ മുറ്റത്ത് തന്നെ സാധനം കിട്ടും. ഞങ്ങൾ വെട്ടിയാട്ടി 150 ഉള്ള സാധനം. ആനശല്യം വെച്ചാല് അല്ല, ഞങ്ങള് അടുക്കള ഭാഗത്ത് ആന വന്ന് നിൽക്കും. ഞങ്ങൾക്ക് പിന്നെ പേടില്ലല്ലോ ഞങ്ങൾക്ക് ആർക്കും. ചെറുപ്പം മുതലേ കാണുന്നോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പേടില്ല. പിന്നെ കൃഷി നശിപ്പിക്കുക എന്നാല് എന്റെ കൃഷികൾക്ക് പിന്നെ കാട്ടാന പറയവരൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കണ ആനകളാ അധികം. വാഴക്കൃഷി ഉണ്ട്. ചിലപ്പോ വാഴക്കൊലൊക്കെ വെട്ടിയായിട്ട് വീട്ടിൽ കൊണ്ടുവരും ആന കൊണ്ടുതരും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല വിളവൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ആനക്ക് ഒരു കൊടുക്കലുണ്ട്. അപ്പൊ അതിന്റെ സ്നേഹമായിരിക്കും വരും. പിന്നെ പുലിയുണ്ട്, കടുവുണ്ട്. അപ്പൊ ഇന്നലെ ഇപ്പം ഇതുണ്ടവിടെ ഇന്നലത്തെ ആ ഫ്രൈ ഇല്ലേ, കടുവ ഇറച്ചിയായിരുന്നു ഫ്രൈ ഉണ്ടാക്കിയത്. ഇല്ല, കടുവാനത് ഞങ്ങൾ ഇവിടേക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. ഇവിടെ കടുവ ഇറക്കി വരട്ടും. ഒരാഴ്ചയൊക്കെ ഉണ്ടാവും നമുക്ക് തിന്നാന്. ഉണക്കി വലിയ അറിവാട്ടോ ഇവിടെ ഇങ്ങനെയാണ്. പിന്നെ പറഞ്ഞാല് ഞങ്ങളധികം മൃഗങ്ങളോടാണ് എന്റെ കൂട്ടില്. ആദ്യം അങ്ങനെ തന്നെ കരടിയൊക്കെ വരും ഇടയ്ക്ക്. കൊലായ്മ ചേട്ടൻ വന്നിരിക്കും. കരടി ഉണ്ട്. കരടി മിനിയാന്നും കൂടി ഇപ്പൊ ഞാൻ രാവിലെ മുറ്റത്ത് കൊലായ്മ ചായ അടിക്കുമ്പോൾ ബാക്കിൽ വന്നാട്ട് ഇങ്ങനെ ഞാൻ എന്തോ കടിക്കാച്ച് നോക്കിയപ്പോ ബാക്കിൽ നിന്ന് പിന്നെ വന്നാട്ട് ഇങ്ങനെ നഗല്ലാരും ഇങ്ങനെ മാന്തി അവിടെ പുറത്ത്. പിന്നെ പറഞ്ഞാല് അപ്പൊ കുട്ടികൾക്കൊന്നും പേടില്ല. ഞാൻ ഇപ്പൊ ഒരു കരടിന്റെ കുട്ടി അപ്പം പിന്നെ മോള് കളിക്കുന്നുണ്ട്, ഒരു കൂട്ടാ. അതുകൊണ്ടൊക്കെ ആവും ചിലപ്പോ കരടി ഞങ്ങളൊന്നും ചെയ്യില്ല. കോലായ്മ ചേട്ടൻ ഇങ്ങനെ ഇരിക്കും കരടി. അത് പ്രശ്നമൊന്നുമില്ല, ഇതുവരെ ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളും കരടിനോട് അങ്ങനെയാണ് പെരുമാറല്. നിങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കരടിനൊക്കെ അറിയിക്കും, വിളിക്കും. വലിയൊരു അറിവാട്ടോ. ഇവിടെ ചില ആൾക്ക് വരുന്നവർക്കൊക്കെ പേടി, ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഞങ്ങൾ ചെറുപ്പത്തിലെ അങ്ങനെ ഇവിടെ ഉള്ള ഒരാൾക്കാരായുണ്ട്. ആനയും പുലിയും കരടിയും ഒക്കെ ഞങ്ങളെ അടുത്ത ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവും ചെയ്യും. ഞാൻ ഇടയ്ക്ക് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലൊക്കെ കരടിക്ക് മനസ്സിലാവും. ഇപ്പൊ കരടി വരണ്ട് അവിടെ നിൽക്കാറ കരടി അവിടെ നിൽക്കും, ഓടിക്കാറ ഓടും. നമ്മള് ഭാഷ മനസ്സിലാവും. അത്രയും ഇതാണ് ഞങ്ങൾ, അത്രയും കൂട്ടുകാരാണ്. അടുക്കളുടെ ഭാഗത്തൊക്കെ വന്ന് നിൽക്കും. അടുക്കളുടെ ആൾക്ക് വരില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ശങ്കണ്ണന്റെ കൊറേ വിവരങ്ങൾ നമുക്ക് തന്നു. ഇനി വരുന്നുണ്ട്, നിങ്ങൾ വരുന്നെന്ന് ആദ്യം വിളിച്ച് പറയണം. എന്നാ എന്താ പറയുക, ഞങ്ങൾക്ക് അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇനിയിപ്പോ കടുവന്റെ ഇറച്ചിയോ അതോ പിന്നെ മാന ഞങ്ങൾ ഒഴിവാക്കി തിന്ന് മടുത്തുന്നത്. കടുവന്റെ ഇറച്ചിയോ അതോ കരടിന്റെ ഇറച്ചി വേണ്ടി തന്നെ. കരടി വരട്ടിയുണ്ടാവും കേട്ടോ. അപ്പൊ പെണ്ണുങ്ങളിപ്പോ തിന്നുണ്ടാവും. അവിടെ എന്റെ ഒരു പ്ലേറ്റ് എടുക്കട്ടേ. അല്ല, ഞാൻ വെള്ളം എടുത്തോ കടുവന്റെ. നന്നാ